എവ്രിവൺ. അപ്പം നമ്മളിന്ന് 2 പോർട്ടലാണ്. യൂണിയൻ എനർജി പോർട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് യൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും പറയാം. ഇപ്പം ഇന്ന് റീഡ് ചെയ്യുന്നത് DF ഡിവൈൻ ഫെമിനിന് കാണുന്നവർക്കാണ് കേട്ടോ. എൻ്റെ ചാനലിൽ കൂടുതലും ട്വിൻ ഫ്ലെയിംസ് ആണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ റീഡിങ്സ് കൂടുതൽ എടുക്കുന്നത്. അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിങ്സും ഞാൻ മെല്ലെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാർഡ് DFനാണെങ്കിൽ ടവർ മൂവ്മെന്റ്സ്. ആർ യു ഇൻ ടവർ മൂവ്മെന്റ്? ടവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, ഈ ടവർ കാർഡ് നോക്കൂ. ഫയർ എനർജിയാണ് കാണിക്കുന്നത്. നമ്മൾ ഒരു ടവറിൽ നിന്ന് പെട്ടെന്ന് ഇടിമിന്നലേറ്റ് തകർന്ന് തരിപ്പണം ആകാൻ പോകുന്ന മുന്നേ നമ്മൾ ചാടുന്നതാണ്. 2 പേരാണ്, 2 കപ്പിള് ചാടുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ടവർ എന്ന് പറയുന്നത് DFന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ജോലിയായിരിക്കും. പക്ഷെ ആ ജോലി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാം. ഒരാളെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യേണ്ടി വരാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് പറിച്ച് വേറെ സ്ഥലത്തേക്ക് നടുക എന്നൊക്കെ പറയില്ല. അതുപോലെ ജോലി പോകുന്നതായിരിക്കാം, ജോലി ചേഞ്ച് ആവുന്നതായിരിക്കാം. അപ്പൊ ഒരു റീബേർത്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ, ഇറ്റ്സ് എ ക്രൂഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. എനിക്കത് വേണ്ടാന്ന് പറഞ്ഞാലും യൂണിവേഴ്സ് സമ്മതിച്ചു തരില്ല, നമ്മൾ പിടിച്ചു കൊണ്ടു. പക്ഷെ ഇത് ഒരു 1-2 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ പറയും, നന്നായിട്ടോ ഈ ഒരു സംഭവം വന്നത് എന്ന് നമ്മൾ പിന്നീട് പറയും ചെയ്യും. സോ ദാറ്റ്സ് എ ടവർ മൂവ്മെന്റ്. മേജർ അർക്കാന ആണ്. ഈ ഒരു കാർഡ് ഞാൻ ഷഫിൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് വീണതാണ്. അപ്പൊ ഇതാണ് മേജർ ആയിട്ട് പറയുന്നത്, ടവർ ആണ്. ആരെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സ്റ്റക്കായി കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീട്ടിൽ വേണ്ടാത്ത എനർജിയുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ സാധനങ്ങൾ, ഇങ്ങനെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതൊക്കെ റിലീസ് ചെയ്ത് നിങ്ങളത് കളയൂ. നിങ്ങൾ എടുത്തു വെക്കുമ്പോൾ നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഹെൽത്തിന് വരും. അപ്പൊ എടുത്തു വെക്കും. അപ്പൊ നിങ്ങൾ അഗെയിൻ യു ആർ ക്രിയേറ്റിംഗ് എ ഹെൽത്ത് ബ്ലെസ്സിങ്സ് ഇൻ ഫ്യൂച്ചർ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇതാക്കാം. എന്നും വൈകുന്നേരം മോർണിംഗും നിങ്ങൾ എല്ലാ റൂമിലും വാഷ്റൂമിലും കിച്ചണിലൊക്കെ ഒരു ചന്ദനത്തിരിയോ അല്ലെങ്കിൽ ധൂപോ കത്തിച്ച് എന്നും നിങ്ങളിത് ചെയ്യും. 2 ടൈംസ് ചെയ്തു നോക്കും. നിങ്ങളുടെ വീട്ടിലത്തെ എനർജി മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അബൻഡൻസിന്റെ ഫ്ലോ വരുന്നത് സാധിക്കും. റിലേഷൻഷിപ്പ് ഭയങ്കര സൂപ്പർബായിട്ട് പോകുന്നത് കാണാം. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. സോ ഇപ്പോഴും നഷ്ടപ്രണയത്തിൽ ഇപ്പോഴും നിൽക്കുന്നവരുണ്ട്. അത് നമ്മളിപ്പോ ഒരാളെ മറക്കാനൊന്നും പറ്റില്ല. ഫീലിങ്സ് നമുക്ക് ഒരിക്കലും ഇവര് ആ ഒരു ഇമോഷൻസ് ഒന്നും പോകുന്നില്ല. പക്ഷെ അതിലേക്ക് അധികം എനർജി കൊടുക്കരുത്. യെസ്, അത് ഹാപ്പൻ ചെയ്തു. ഇറ്റ്സ് ബിക്കോസ് ഓഫ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ആ റീസൺ ഞാൻ മനസ്സിലാക്കി. അവിടെ ഞാൻ ഹീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അത് നഷ്ടപ്പെട്ടു, കാരണം ഇതാണ്. എന്നെ കൂടുതൽ ഞാൻ സെൽഫ് ലവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം നഷ്ടപ്പെടുത്തിയത് എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ചൂസ് ദിസ് 2 കപ്സ്. അതൊരു കപ്പ് ചൂസ് ചെയ്യാം, 2 കപ്പ് ചൂസ് ചെയ്യാം. സോ ഇതാണ് കാണിക്കുന്നത് ഫോർ DM. സോ ടേക്ക്